വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് അദദ മാ ഫി ഇൽമില്ലാ സ്വലാത്തൻ ദായിമത്തൻ ബിദവാമി മൽക്കില്ല. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുഅ്മിനീങ്ങളെ, പലപ്പോഴായും പല സുഹൃത്തുക്കൾ വിളിക്കാറുണ്ട് കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ എന്തെല്ലാമാണ് ഉസ്താദ് ഇന്ന് ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടുള്ളൊരു സംശയം. അന്ന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുകയും നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് ഈ വിഷയങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക. കാരണം പഠിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക, അത് ജീവിതത്തിൽ ഒരുപാട് നല്ല ഗുണമുള്ള നല്ല മനുഷ്യൻ്റെ അടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആദ്യം കല്യാണമൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ രാത്രിയിൽ നല്ലവണ്ണം ഒന്ന് കുളിക്കുക. വൃത്തി അത് അനിവാര്യമാണല്ലോ. എന്നിട്ട് നല്ല സുഗന്ധമൊക്കെ പുരട്ടി പുതിയ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് വീട്ടിൽ കിടക്കുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന ഡ്രസ്സല്ല, അതിനായിട്ടൊരു ജോഡി വസ്ത്രം ആണിനും പെണ്ണിനായിട്ട് കാണാം. എന്നിട്ട് അതിൻ്റെ മുമ്പായി നല്ലവണ്ണം ഒന്ന് വുളൂ ചെയ്യുക. അത് സുന്നത്താണ്. പെണ്ണിനും സുന്നത്താണ്, ആണിനും സുന്നത്താണ്. എന്നിട്ട് രണ്ടുപേരും ചെയ്യേണ്ടത്, ആണ് പെണ്ണിൻ്റെ തലയിലും പെണ്ണ് ആണിൻ്റെ തലയിലും വെച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മി ഒരു നല്ല തുടക്കം കുറിക്കാൻ പോവാണ്. ജീവിതത്തിലെ ആദ്യത്തെ രാത്രി, ഒരു കുടുംബജീവിതത്തിലെ ഫസ്റ്റ് നൈറ്റിലെ ആദ്യ രാത്രി. അപ്പോൾ അത് ഭംഗിയാവണം. ബിസ്മി കൊണ്ട് തന്നെ ആവട്ടെ തുടക്കം. അപ്പം ബിസ്മി ചൊല്ലി ഹംദ് ദ്വാരക്കാൻ പോവാണ്. ഏത് രീതിയിൽ? ഭാര്യൻ്റെ തലയിൽ ഭർത്താവ് കൈവെക്കുക. ഇതുപോലെ കൈവെക്കുക. എന്നിട്ട് ബിസ്മി ചൊല്ലി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ് കഴിഞ്ഞ സ്വലാത്ത്, ഒരു ദുആ ഉണ്ടാവുമ്പോൾ ഹംദും സ്വലാത്തും വേണം. സാധാരണ കിട്ടുന്ന സ്വലാത്ത് ഏതാണോ അത് ചൊല്ലിയാൽ മതി. എന്നിട്ട് ബാറക്കല്ലാഹു ലിക്കുല്ലി മിന്നാ ഫീ സ്വാഹിബിഹി അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വ ഖൈറഹ മാ ജബൽതഹ അലൈഹി വ അഊദു മിക മിൻ ശർരിഹ വ ശർരി മാ ജബൽതഹ അലൈഹി. ഇത് 3 പ്രാവശ്യം ചൊല്ലുക. ഒറ്റ പ്രാവശ്യം ചൊല്ലിയാൽ മതി. കാരണം 3 പ്രാവശ്യം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. യാ റബ്ബന യാ റബ്ബന യാ റബ്ബന ഇങ്ങനെ 4 പ്രാവശ്യം വരുന്നാൽ അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകും. ഒരു പ്രാർത്ഥന 3 പ്രാവശ്യം ആവർത്തിക്കുക എന്നുള്ളത് നല്ലതാണ്. അപ്പം നമ്മൾ ഖുതുബയിലൊക്കെ അല്ലാഹുമ്മ അജിർനീ മിനന്നാർ ദ്വാരക്കും 3 പ്രാവശ്യം ആവർത്തിക്കും. എന്നതുപോലെ ഇത് ആവർത്തിക്കുന്നത് നല്ലതാണ്. ആണിൻ്റെ പെണ്ണിൻ്റെ തലയിൽ ആണ് കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ ചെല്ലുക. എന്നിട്ട് പെണ്ണെന്താവുക, ആണിൻ്റെ തലയിലും കഴിവെച്ച് ചെല്ലുക. ഈ ദിക്ർ ചെല്ലുക. ദിക്ർ ചൊല്ലിയതിന് ശേഷം തലമുടിയിലാണ് വെച്ചിട്ടുള്ളത്. ആ സമയത്ത് തന്നെ എന്താവരുത്, പിന്നെ വേറെ സ്പർശനമൊന്നുമില്ലല്ലോ. നേരെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ആദ്യ രാത്രിയിലെ സുന്നത്ത് നിസ്കാരമെന്നോ മുത്തലക്കൻ സുന്നത്ത് നിസ്കാരമെന്നോ എന്തുമാവട്ടെ, ഇതിലേതെങ്കിലും ഒന്ന് നിയ്യത്ത് വെച്ചിട്ട് നിങ്ങൾ എന്താവുക, സുന്നത്ത് നിസ്കരിക്കുക. അങ്ങനെ നിസ്കാരം കഴിഞ്ഞു ശേഷം വീട്ടിൽ ഉമ്മേ അല്ലെങ്കിൽ പെങ്ങളോ ബന്ധപ്പെട്ടവരൊക്കെ പാല് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. അത് നല്ലതാണ്. ഒരു തുടക്കം. ഒരാൾ വീട്ടിലേക്ക് അതിഥിയായി വന്നാൽ ആദ്യം കൊടുക്കേണ്ടത് പാലാണ്. നബിതങ്ങൾ ഇസ്രാ മിറാജിൻ്റെ രാത്രിയിൽ അല്ലാഹു തആല പാല് കൊടുത്തിട്ടാണ് സൽക്കരിച്ചിട്ടുള്ളത്. മാത്രമല്ല മഹദി ആയിഷ ഉമ്മയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും വിവാഹം നടന്നു. ആ സമയത്തും പാല് നബി തങ്ങൾ കുടിക്കാൻ പറഞ്ഞു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കുടിച്ച് പകുതിയായപ്പോൾ ആയിഷയിൽ നിന്ന് ആ പാല് വാങ്ങി റളിയല്ലാഹു അൻഹ.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി ഏത് ഭാഗത്താണോ വായ വെച്ചത് അവിടെ ആ ഭാഗത്ത് വായ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിച്ചു. അപ്പോൾ പാല് കുടിക്കുക അത് നല്ലതാണ്. പിന്നെ നമ്മൾ വിരിപ്പൊക്കെ ചിലപ്പം പുതിയ വിരിപ്പായിരിക്കും, തലേണ പുതിയതായിരിക്കും, എല്ലാം പുതിയതായിരിക്കും. എന്നിരുന്നാലും ഒന്ന് തട്ടിക്കൊട്ടുക, അത് സുന്നത്താണ്. വിരിപ്പ് തട്ടിക്കൊട്ടുക. കൂടെ സുഗന്ധം പുരട്ടുക. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ആദ്യ രാത്രിയിൽ ശ്രദ്ധിക്കൽ നല്ലതാണ്, പ്രതിഫലാർഹമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുഅ്മിനീങ്ങളെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ദിവസത്തിൽ നമ്മൾ ചേർച്ച അഥവാ ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ബിസ്മി ചെല്ലാൻ മറക്കരുത്. ഞാൻ ഈ പറയുന്ന ദിക്ർ നിങ്ങൾ നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വജന്നിബ ശൈത്താൻ മാ റസഖതനാ എന്ന ദിക്ർ നിങ്ങൾ ചെല്ലാൻ ഒരിക്കലും എന്താവരുത്, മറന്നു പോകരുത്. ഈ ദിക്ർ നിങ്ങൾ മറന്നാൽ ബിസ്മി ചെല്ലാൻ എന്താവരുത്, മറന്നു പോകരുത്. ശാരീരികമായിട്ട് ബന്ധപ്പെടുമ്പോഴൊക്കെ ഈ ദിക്ർ എപ്പോഴും ചെല്ലണമെന്ന്. എന്നാൽ ശൈത്താൻ്റെ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന അള്ളാഹു നൽകുന്ന സന്താനങ്ങൾ കാവലുണ്ടാവും. കൂടെ സൂറത്തുൽ ഇഖ്ലാസ് ഒരു പ്രാവശ്യം, അല്ലാഹു അക്ബർ എന്ന് 3 പ്രാവശ്യം, എന്നിട്ട് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വജന്നിബ ശൈത്താൻ മാ റസഖതനാ എന്ന ദിക്ർ ചൊല്ലിയിട്ട് നമ്മൾ എന്താവുക, ശാരീരികമായി ബന്ധപ്പെടും. എന്നാൽ ഖൈറായ മക്കൾ നമുക്ക് അള്ളാഹു നൽകുമെന്നാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ദിക്റുകളൊക്കെ ചൊല്ലി നമ്മൾ ശാരീരികമായി ബന്ധപ്പെട്ടു, നല്ല റാഹത്തായി. നമ്മുടെ സ്ഖലനം സംഭവിച്ചതിന് ശേഷം ഭാര്യയും ഭർത്താവും രണ്ടാൾക്കും സ്ഖലനം സംഭവിച്ചതിന് ശേഷം അൽഹംദുലില്ലാഹില്ലദീ ഖലഖ മിനൽ മാഇ ബശറ ഫജഅലഹു നസബൻ വസിഹ്റ വകാന റബ്ബുക ഖദീറ എന്ന് പറയൽ വലിയ കൂലിയുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആദ്യ രാത്രിയിൽ സുന്നത്തായ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്നും കൂടി പറയട്ടെ. വുളു ഉണ്ടായിരിക്കുക, നിസ്കാരം, മുകളിൽ പറഞ്ഞ പ്രാർത്ഥന, അതുപോലെ തന്നെ പാല് നൽകുക, സുഗന്ധം പുരട്ടുക, വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, നമ്മൾ വീട്ടിലുള്ള വിരിപ്പ്, കടക്കുന്ന വിരിപ്പ് തട്ടിക്കൊട്ടുക എന്നാണ് മലപ്പുറം ഭാഷയിൽ. മറ്റു ഭാഷ എങ്ങനെയാണോ അത് അവിടെ ഉപയോഗപ്പെടുത്തുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ നല്ല രൂപത്തിലുള്ള കുടുംബജീവിതം നമുക്കൊക്കെ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.